ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ കുറഞ്ഞ സാധനങ്ങൾ മതി ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണയൊന്നും അധികം വേണ്ടാനും കേട്ടോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനായാലും അങ്ങനത്തെ ഒരു പാനായാലും പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് മോര് കാച്ചിയാണ്. അപ്പോൾ മോര് കാച്ചുക പറഞ്ഞാൽ മോര് വെച്ചിട്ടല്ല, അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമല്ലോ നമ്മൾ, തേങ്ങയൊക്കെ അരച്ചിട്ട് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ മോള് മൈസൂരിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഓള് ഇവിടെ വന്നിട്ട് ലീവിനൊക്കെ വന്നിട്ട് തിരിച്ചു പോണ സമയത്ത് ഞാനിതുപോലെ മോര് കാച്ചിയതൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല രസമുണ്ട് എന്നൊക്കെ പറയട്ടെ അവർ. അവൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഞാൻ വലിയ കുപ്പിയിലാണ് ആക്കി കൊടുക്കല്. അപ്പോൾ 2-3 ദിവസമൊക്കെ അവൾ യൂസ് ചെയ്യലുണ്ട്. അപ്പം ഇന്ന് ഏതായാലും രാവിലത്തെ വിശേഷങ്ങൾ മുതൽ തുടങ്ങാം. അപ്പോൾ അതാ രാവിലെ തന്നെ അമ്മ തേങ്ങ ചിരണ്ടാണ് കേട്ടോ. അന്ന് ഞങ്ങൾ പുട്ട് ചൂടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പുട്ട് ചിരണ്ടാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗം ചിരണ്ടിയിട്ട് ഞങ്ങളെ പൂച്ചക്കുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് ഒച്ചയോ അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടേണ്ട ഒച്ചയോ കേട്ടാൽ രാവിലെ തന്നെ ഓടി വരും കേട്ടോ. ഓൽക്ക് കൊടുക്കാതെ ഞങ്ങൾക്ക് എന്തായാലും തേങ്ങ ഇതാക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മ ഓൽക്ക് കുറച്ച് ചിരണ്ടി കൊടുത്തിട്ട് ഞങ്ങൾക്കുള്ളൊക്കെ ചിരണ്ടിയുടെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് പുട്ട് ഈ രീതിയിലാണ് ചുടുന്നത്. ഞാൻ ചെറിയ കുക്കർ വെച്ചിട്ട് അതിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കാണാനും ഭംഗിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറിലുള്ള ഒരു പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അരിപ്പൊടിയാണ്. അതുകൊണ്ട് പുട്ട് ചുട്ട് കഴിഞ്ഞൊരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ചിരട്ടപ്പുട്ട് അങ്ങനെ ചൂടാമെന്ന് വിചാരിച്ചു. ഇപ്പാക്കും തന്നെ ഇങ്ങനെ ചൂടുന്നതാണ് ഇപ്പോൾ ഇഷ്ടം കേട്ടോ. മറ്റേ പുട്ടിലേറെ, അതായത് നമ്മൾ കുറ്റിപ്പുട്ട് ചൂടുമല്ലോ, അതിലേറൊക്കെ ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കും തന്നെ ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൽ നമ്മളെ കുക്കറിൽ പുട്ടൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. രാവിലെ വേഗം തീയൊക്കെ കത്തിച്ച് കണ്ട് ചോറ്റും കൊടുക്കുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വെക്കണ സമയത്തൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതവിടെ തിളച്ച് വരട്ടെ. തിളക്കുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് മോര് കാച്ചിയതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മോര് കാച്ചിയത് അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ആണ് കാച്ചുന്നത്, മോര് വെച്ചിട്ടല്ല. അപ്പോൾ അതാക്കണേ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും, അതുപോലെ തന്നെ കുറച്ച് ജീരകം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഒരു 4 പോണയൊക്കെ മതി കേട്ടോ. 4-5 അല്ലിയൊക്കെ മതി. ഇങ്ങനെ ചെറിയ അല്ലി ഉണ്ടാവില്ല, അങ്ങനെ മതി. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ അടിച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പുളി കാണിച്ചതല്ല. അപ്പോൾ ആ ഒരു പുളി നമുക്ക് കറിക്ക് എത്ര ആണോ ആവശ്യം അതിനനുസരിച്ച് പുളി എടുക്കുക. പുളി പിഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കണ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും. മുളകും പൊടി ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു സമയത്തിൻ്റെ കയ്യിൽ പച്ചമുളക് കഴിഞ്ഞു പോയി. സാധാരണ ഇതിൽ വെള്ളിയാഴ്ച പച്ചക്കറി വണ്ടി വരലുണ്ട്, ഓരോ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗമുള്ള കുറച്ച് മുളകും പൊടി അങ്ങനെ ഇട്ടിട്ട് എല്ലാ മുളക് തൂമിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 സ്പൂണോളം വരും. അപ്പോൾ നമുക്ക് കറിക്ക് എത്ര കുറുക്കൽ വേണോ അതിനനുസരിച്ചുള്ള പൊടിയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് എന്താണ് മോരും കറിക്കുള്ള മഞ്ഞപ്പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചില ആളുകൾ തേങ്ങ ലാസ്റ്റാണ് ഇടുക, അതായത് അരിപ്പൊടിയൊക്കെ കലക്കി പറന്ന് ആ ഒരു അരിപ്പൊടി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്താണ് തേങ്ങ ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യൽ കേട്ടോ. ഇങ്ങനെയാണ് എനിക്ക് ഈട് നിൽക്കണതായിട്ട് തോന്നിയിട്ടുള്ളത്. ടേസ്റ്റ് ഒന്നും മാറാതെ നിൽക്കണത് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആദ്യം തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് അരിപ്പൊടി ഇട്ടുകൊണ്ട് അതും വേവിച്ചെടുത്താൽ ആ ഒരു കറിക്ക് അങ്ങനെ കേടുവരും. മറ്റേ നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം, അതായത് അരിപ്പൊടി കലക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുമല്ലോ നമ്മൾ ഇളക്കി മൂപ്പിച്ചെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് അത്രക്കണ്ട ആ തേങ്ങ അത്ര കയ്യിൽ കടന്ന് വീണില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കറി കേട് വരുന്നതൊക്കെ കേട്ടോ. ഞാൻ ഒരു വട്ടം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും ഈ ഒരു രീതിയാണ് ഇഷ്ടം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ എപ്പോഴും പറയാം അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെയല്ല ചെയ്യുക, മറ്റേൽക്കാണ് ചെയ്യാന്ന് പറയട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യല്. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചിങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് തിളച്ച് പൊന്താതെക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് തേങ്ങ വേകണ വരെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയോടെ കലക്കി വെച്ചെന്ന് പറഞ്ഞല്ലോ, അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് അത് ആ ഒഴിക്കണ ആ ഭാഗത്ത് മാത്രം നിന്നും കണ്ട അരിപ്പൊടിയാണ് കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ കണ്ടോ, അതാ ഞാൻ ഇളക്കി ഏകദേശം ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇനി അടുപ്പത്ത് വെച്ചാൽ മതി. കാരണം ആ ഒരു പൊടി ഇപ്പോൾ എന്തായാലും കുറുകി അതായി വന്നിട്ടുണ്ടല്ലോ. ഇനി അധികമൊന്നും നിർത്തണ്ട, ആ പൊടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഒരുപാട് നേരം അടുപ്പത്ത് വെക്കണ്ട കേട്ടോ. അപ്പോൾ എന്താ പറയുക, വല്ലാതെ കുറുകും. എന്താ വെച്ചാൽ ആ സമയത്തും കുറുകും ചെയ്യും. നമ്മൾ ചട്ടി അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞാലും കുറുകും. അപ്പോൾ ഒരുപാട് കുറുകലാവൂലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് പാകത്ത ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ തീൻ്റെ സിമ്മ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ പാളി കത്തണ്ട.
കുറച്ച് വെച്ചാൽ മതി. ആ ഒരു ഇതിൽ വേണം അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെയാണ് വെന്ത് പോവും. അപ്പോൾ ആ ചാറിൻ്റെ ടേസ്റ്റും പോവും, നമുക്ക് എടുത്തേക്കാനും പറ്റൂല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇനി ഇതൊക്കെ പിന്നെ തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൂമിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെറിയ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ചുവന്ന മുളക് അതെല്ലാം ഇട്ട് കണ്ട് ചുവന്ന മുളകല്ല ഉണക്കമുളക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് തൂമിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞാൽ അതിൽ പിന്നെ വല്ലാതെ ഇടുന്നില്ല. ഞാൻ കടുകും കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും തോനെ പച്ചമുളക് ഉണ്ടെങ്കിലൊക്കെ ടേസ്റ്റാണ്. നമ്മൾ നല്ല ഓണം ഇട്ട് മൂപ്പിച്ചും കണ്ടാൽ ഇട്ട് കൊടുത്താൽ നമ്മൾ ആ കറി ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് ആ ഒരു മുളക് എടുത്ത് കഴിക്കാനും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയ കടുകാണേ, പിന്നെ അത് ഹസ് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാ ഇവിടുത്തെ നാട്ടിലത്തെ വലിയ കടുകല്ല, അത് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കടുകും ഉലുവ, ജീരകം അങ്ങനത്തെ ഒക്കെ ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവരലേ. അപ്പോൾ ഇതാക്കണേ, പിന്നെ ഞാൻ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചു എന്ന് പറഞ്ഞില്ല, അതും 2 കരിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ മുളക് ജസ്റ്റ് ഒരു ചുവപ്പ് നിറമായിക്കോട്ടെ, അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചുവന്ന മുളകൊക്കെ ഇട, ഈ സമയത്ത് ചുവന്ന മുളകൊക്കെ ഇട്ടോ. ചുവന്ന മുളകിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചുവന്ന മുളകില്ല, വാങ്ങിയിട്ട് കുറച്ചായി. മറക്കുകയാണ്, ഇപ്പോൾ കടയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ വാങ്ങാൻ മറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കളർ മാറിയത് കണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടാകുമ്പോൾ തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കടുകൊക്കെ നല്ലോണം പൊട്ടിച്ച് പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് നല്ല മൂപ്പിച്ചെടുത്ത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി വെള്ളം പിന്നെ നമ്മൾ ആ കടുകിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ പോരാൻ വേണ്ടിയിട്ട്, ആ എണ്ണയൊക്കെ പോരാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് ചുറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു തിക്കിലാണ് എനിക്ക് വേണ്ടത്. ഇനി ഇതിലേറെ തിക്ക് കുറവാണ് പിന്നെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്തല്ല, അതിൻ്റെ മുമ്പ് നമ്മൾ തേങ്ങ കരച്ച് പൊടി കലക്കി പരുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ആ ഒരു സമയത്ത് വേണം വെള്ളം ഒഴിച്ച് കണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ ഇത് വെന്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്താണ് കറികൾ കേട് വരിക കേട്ടോ. ഏത് കറി അങ്ങനെ തന്നെയാണ്, വെന്തതിന് ശേഷം പിന്നെ എന്ത് കാട്ടിയാലും ആ ഒരു കറിക്ക് പിന്നീട് ഒരു പിറ്റേന്നൊക്കെ കേട് സംഭവിക്കും. അപ്പോൾ എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളെ ചിക്കൻ ഫ്രൈ നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈക്ക് ആകെ വേണ്ട പിന്നെ എണ്ണ എന്ന് പറഞ്ഞാൽ ഇതാണ്. വെളിച്ചെണ്ണ എടുക്കാം, ഓയിൽ എടുക്കാം, ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എടുക്കാം. എന്നിട്ട് പിന്നെ നല്ല എരുള്ള മുളകുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എരില്ലാത്തതാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് എരു അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ. പിന്നെ എന്നിട്ട് ഞാൻ 1 സ്പൂൺ മുളകും പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു ഇഞ്ചിയോ പിന്നെ വെളുത്തുള്ളിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പച്ചമുളകും കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തീയൊന്ന് ഓൺ ചെയ്ത് പിന്നെ ഓണാക്കി കണ്ട് ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഓവറായിട്ട് ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഓവറാക്കിയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ കരിയും ചെയ്യും. പിന്നെ അതുമല്ല അതിലേക്ക് നമ്മൾ സുർക്കയാണ് പിന്നീട് കൂട്ടുന്നത്. അപ്പം എന്താ വെച്ചാൽ ചിക്കൻ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തക്കാളി പിന്നെ അങ്ങനത്തെ ഒന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സുർക്ക അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നാക്കിയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ ആ ഒരു സുർക്ക എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പിന്നെ ഇനി നമ്മളിത് അടച്ച് വെക്കുക കേട്ടോ ചെയ്യണത്. അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു പിന്നെ എന്താ പറയുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എടുത്ത് കണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതിനാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മളെ പച്ചക്കറി വണ്ടി വന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് പിന്നെ അടച്ച് വെക്കുക. അപ്പോഴൊന്നും ഇളക്കി കൊടുക്കണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചോറ് റെഡിയാക്കിട്ടോ. ചോറുമ്മ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതതിൻ്റെ മേലേക്ക് വെച്ച് അടച്ച് വെച്ച് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇനി വേഗം മറ്റേ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ചോറും ഇതൊക്കെ പിന്നെ മാറ്റി വെച്ച് കണ്ട് നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ചിക്കൻ കറി അല്ല കേട്ടോ, സോറി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. ആ ഒരു സംഭവം ആ ഒരു പിന്നെ സുർക്കിയിലൊക്കെ കടന്നങ്ങാണ്ട് ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുർക്ക ഒരുപാട് ഒഴിച്ചതല്ല കേട്ടോ. പിന്നെ ചിക്കൻ്റെ വെള്ളം, ചിക്കനിൽ പിന്നെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് സാധാരണ വെള്ളം ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ ഒരു വെള്ളമാണ് അത്. പിന്നെ എന്താ പറയുക, അതിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളമൊക്കെ വറ്റണം കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. നന്നായിട്ട് തന്നെ വറ്റണം. അപ്പോൾ ഞാനിതൊക്കെ ഇളക്കി പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് പിന്നെ ഇളക്കി വെക്കട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് പച്ചക്കറി വണ്ടി പോകണ ഒച്ച ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഓടിപ്പോയി കണ്ട് പിന്നെ പച്ചക്കറി വാങ്ങി വെച്ചത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട കുറച്ച് പച്ചമുളകും പിന്നെ എന്താക്കണ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2-3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ചിക്കൻക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓടിപ്പോയി കേക്കിയിട്ട് പിന്നെ ചെറുതാക്കി അരിയല്ല, അതിന് സെൻറ്റർ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് ഞാനിതാ പിന്നെ നമ്മളെ ചിക്കൻക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേറെ വറ്റണം. പിന്നെ അപ്പോൾ
ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ശരിക്കും ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി, കറിവേപ്പിലയും പച്ചമുളകും ഇട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പച്ചക്കറി വണ്ടി വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ വരുമോ ഒന്നും ഉറപ്പില്ലല്ലോ. അപ്പോൾ എല്ലാ പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുത്തതേന്നു. പിന്നെ 2 കറിവേപ്പിൻ്റെ കേട്ടോ, കറിവേപ്പിൻ്റെ ഇല്ല കഴിഞ്ഞിട്ടുണ്ട്. ഇതിക്ക് തോനെ കറിവേപ്പില ഇടണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ് അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക കണ്ടോ, അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് ചിക്കൻ്റെ കളർ തന്നെ മാറി വരുന്നത് കണ്ടോ, നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ പച്ചമുളക് പിന്നെ കൈ വൃത്തിയാക്കണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചേക്കുക. എന്താ പറയുക, ആ ഒരു പിന്നെ പച്ചമുളക് ഒന്നും ഇങ്ങോട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചേരം ഒന്ന് ഇങ്ങോട്ട് അടച്ചു വെച്ചിട്ട് അപ്പം തന്നെ എടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടി ഇതിലേക്ക് പിന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 വലിയ ഉള്ളി കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത്, 2 3 ഇടാം. പക്ഷെ ഓവറായിട്ട് കൊടുക്കണ്ട, അപ്പോൾ വെറും ഉള്ളി തന്നെ ഉണ്ടാവുള്ളൂ, ചിക്കൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനൊരു മീഡിയം സൈസുള്ള 2 വലിയ ഉള്ളി ഞാൻ ഈ ഒരു സമയത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നാക്കി നൈസാക്കണം എന്നൊന്നുമില്ല, ഒരുവിധം നമ്മൾ കടയിലൊക്കെ പോയി കണ്ട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, ചിക്കനിൽ ഫ്രൈയിലൊക്കെ ഇട്ട് കണ്ട് തരുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അരിഞ്ഞ് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നാക്കി ഇളക്കിയാണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സമയത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് കഴിക്കാം. നമുക്ക് ഉള്ളി പച്ചക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പക്ഷെ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഉള്ളി പിന്നെ എന്താ പറയുക ഒന്നും കൂടി പിന്നെ വാടി വന്നിട്ടുള്ള ആ ഒരു രീതിയിലാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താകുമ്പോൾ ആ ഒരു ഉള്ളിയിൽ പിന്നെ ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ട് സെപ്പറേറ്റ് അത് കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു ഉള്ളി തന്നെ മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ ആ ഉള്ളിയൊക്കെ ഉണ്ട് ഒന്നും കണ്ട് ഇതാക്കി എടുത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാം, ആ ഉള്ളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഉള്ളി ഒരു പിന്നെ വേവ് എന്ന് പറഞ്ഞാൽ പറ്റ വേവിക്കല്ല, ഈ ഒരു രീതി തന്നെയാണ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മളെ പിന്നെ ചിക്കൻ ഫ്രൈ നല്ല ഇതിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ് ഈ ഒരു സമയത്ത് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഈ സമയത്ത് ഇടണ്ട, കാരണം നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഈ സമയത്ത് ഇട്ടിട്ടും കാര്യമില്ല, അത് തന്നെ ആ ഒരു ഒന്നെങ്കിൽ വല്ലുള്ളി ഇടുന്ന സമയത്ത് ഇടുക, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പിട്ടല്ല ആ ഒരു സമയത്ത് ഇടുക. ഇനി നമ്മൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഈ പച്ചമുളക് കടിച്ച് കൂട്ടാനും രസമാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഈ രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ട്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഏതായാലും മോക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ഞാനിതാ കുറച്ച് ചോറും കറിയും കുറച്ച് ചിക്കൻ്റെ ഇതും പിന്നെ കുറച്ച് തൈര് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കട്ടത്തൈര് നമ്മൾ പാക്കറ്റ് തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അപ്പോൾ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഇറച്ചി വാങ്ങിയിട്ടില്ല, പകരം ചിക്കനായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.